അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണ് അവർ വിചാരിക്കുന്നത്. അത് അദാനിയല്ലേ വ്യക്തമാക്കേണ്ടത്. അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നി. വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹിരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി. ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുത്തു എന്ന് പറഞ്ഞു. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണ് അവർ വിചാരിക്കുന്നത്. ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. അതെ സർക്കാരിൻ്റെ തീരുമാനം സർക്കാരിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളാരും അറിയില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളെ അറിയിക്കാതെയാണ് അദാനി ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് മുഖവിലക്കെടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ അദാനിക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് അങ്ങനെ എടുക്കാൻ? അദാനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? കുറുക്ക് വഴിയിലൂടെ അല്ലല്ലോ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നേടേണ്ടത്, നേരായ വഴിയിലൂടെയല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.